അപ്പൊ ഗേസ് പസൽ ഫാമിലിന്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ ആട്ടുണ്ട്. ഇന്ന് വേറെ ടീം വന്നിക്കണ്. അപ്പോൾ ഇന്റർവ്യൂ കാണാൻ ഇപ്പൊ വന്നാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്റർവ്യൂ. നമുക്ക് കണ്ടോക്കാം. തഗ്ഗും കൂടി വരുമ്പോഴാണ് കറക്റ്റ് ആവുക. ആ ചിരി അതേപോലെ ഡയലോഗ് ഡെലിവറി ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കണേ. പണ്ടത്തെ ആ ഒരു രീതിയിൽ പറയണത് പറഞ്ഞിട്ടുണ്ടാ ആ വീഡിയോ ഒന്ന് കാണിക്കാം. ഇപ്പൊ നീ പറഞ്ഞ തന്തമുണ്ട് ആ വീഡിയോ അന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വീഡിയോ. വൈറൽ മീഡിയ ടീം അത് ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളത്. ഡയലോഗ് പറയാൻ പറയും. അത് ഞങ്ങൾ തന്നെ ആലോചിച്ചുമ്പോ പറയും രാവിലെ നീച്ച ഇതന്നെ പരിപാടി അങ്ങനെ ജസ്റ്റ് ഒന്ന് പറയും. പിന്നെ അതിന്റെ ബാക്കി ഞങ്ങൾ തന്നെ ഞാനും ഓനും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഉണ്ടാക്കണത്. അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടാളാണ് ഈ സ്റ്റോറി ഉണ്ടാക്കണത്. അതായത് ഞാൻ ഒരു ഡയലോഗ് പറയും, അതിന്റെ മറുപടി ഓൻ പറയും. സ്റ്റോറി അപ്പൊ തന്നെ ഉണ്ടാക്കുക, അപ്പൊ തന്നെ സ്പോട്ടില് ഡയലോഗ് പറയാം. അത് ഇത് ലാസ്റ്റ് എങ്ങോട്ടാ എത്തണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അറിയില്ല എന്റെ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. എടുത്ത് തുടങ്ങിയിട്ട് എവിടം വരെ പോകുമോ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയാണ് ഇതാക്കലാണ് ചെയ്യല്. എന്താ കഴിഞ്ഞോന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇത് രണ്ടാൾക്കും എന്താ അറിയില്ലേ എന്തൊക്കെ എടുത്ത് കൂട്ടിയാണ്. ലാസ്റ്റ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇതാണ് ഇപ്പൊ സംഭവിച്ചത് എന്നൊരു മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഡയലോഗ് ഒക്കെ ഇപ്പൊ ബാറി കുറച്ച് പറയാന് സ്ക്രിപ്റ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവുമല്ലോ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോ നമുക്ക്. എവിടെയെങ്കിലും പോയിട്ട് മറ്റേ പൊട്ടാത്ത കരമായി ആരുടെ കരം അതൊക്കെ ഭയങ്കരല്ലേ. അടുത്ത വീഡിയോ കാണാറിയുമ്പോ രണ്ട് കൈയാണ് പോകും. ഇങ്ങനെ കാട്ടിയമ്മ മൈക്കെടുക്കാൻ മൈക്ക് വെച്ച് ചെയ്യിക്കണം കേട്ടോ. കാരണം ചുമ്മാ നല്ല നല്ല ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മള് കൊറേ നേരം അത് കേൾക്കണം. വീഡിയോ കഴിഞ്ഞു ഗൈസ്. നേരത്തെ കാലത്ത് എല്ലാം കഴിഞ്ഞ് കുത്തിരിക്കാണ്ടില്ലേ എന്തൊരു സുഖമായിട്ട് ഇപ്പൊ. അത് തന്നെ അല്ല ഇപ്പൊ കെട്ടിക്കാനൊക്കെ എന്തൊരു പണിയാ. കല്യാണം നോക്കണം കോഴിക്കോട്. എവിടെ രാജ്യം? കോഴിക്കോട്. അവിടെ തന്നെ 1 കിലോമീറ്റർ ലവ് മാരേജാ. പിന്നെ നിന്നെയാണ് അതാകുമ്പോ വീട്ടുകാർ വേഗം എന്നോട് വന്നിങ്ങനെ നോക്കിക്കോ, നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇതാകുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ തീർത്തോളൂല്ലോ. ഈ ഫീൽഡില് പറയായില്ലേ? കൊറേ ആയില്ല. ഞാനേ ആദ്യം ഒരു വർഷം ഫുള്ള് മോന് സ്കൂളിൽ ചേർത്തിയപ്പോ ലീവ് എടുത്ത് നിർത്തിപ്പോയി. കാരണം ഓന് LKG-യിലോട്ടായപ്പോഴേ ഈ ആവശ്യം വന്ന് തുടങ്ങി തോന്നി. വീണ്ടും ഒന്നും ഇറങ്ങിയില്ല. ഇപ്പൊ സ്റ്റേ ഇല്ല. കൊച്ചിക്കാരനപ്പോ സ്റ്റേ ഇല്ല. എന്നിട്ട് വരാനെങ്ങനെ? ലോങ്ങല്ലേ? നല്ല ദൂരല്ലേ? എങ്ങനെയുണ്ട് നിങ്ങൾ ചാനലിടാനൊക്കെ? നല്ല നാട്, നല്ല നാട്ടുകാർ കണ്ടോ. എന്നോട് പരിചയപ്പെട്ടേ നന്നായിട്ടുണ്ട്. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തുടങ്ങിയപ്പോ പിന്നെ മാറി വരുന്നുണ്ടോ. കാരണം നമ്മള് വീഡിയോ എടുക്കാനും യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ടാളൂടെ വന്നിക്കണ്. ഒപ്പം മോനാ? എനിക്ക് മോനാ? മോളാണോ? പെൺകുട്ടികൾ പോകാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് ഇന്റർവ്യൂ ഒക്കെ? കുഴപ്പമില്ല. അമ്മായി കൊയങ്ങിയേക്കണ്. നോമ്പുണ്ടോണ്ട് കൊയങ്ങില്ലേ? രാത്രി ഞാൻ പിടിക്കുന്നൊന്നുമില്ല. 2 ഇന്റർവ്യൂക്ക് ഞങ്ങള് വന്നിക്കണം കേട്ടോ. കാണാൻ എക്സൈറ്റ്മെന്റ് പാഞ്ഞു വന്നാണ്. തെറ്റാണ്ട് ഇവിടെ ഇന്റർവ്യൂ നമ്മൾ വിചാരിച്ചേക്കുന്നത് അതിനപ്പുറമാണ്. വെറൈറ്റി മീഡിയ ആണ് ഈ ചാനലിന്റെ പേര്. അപ്പൊ എല്ലാരും കേറി കാണാ, സപ്പോർട്ട് ചെയ്യാ. ഇവരെയും സപ്പോർട്ട് ചെയ്യട്ടെ, നമ്മളെ മാത്രം പോരാ. കാരണം ഇവര് നമ്മളെ ബാക്കിക്കാരനാണ് അല്ലേ? മമ്മ അഞ്ഞ എന്തിനാ റീൽ എടുക്കാൻ പോവുക? എടാ ഫോണാ കാട്ട് കൊണ്ടേക്കൊന്ന് എടുത്തോണ്ട് പോവാ. കാട്ട് കൊണ്ടേക്ക വെള്ളം കളിക്കുന്നു. അങ്ങനെയല്ല ഒരു കണ്ടില്ലേ ആ നീരി പോണേ ഇവരെന്തോ റീൽ എടുക്കും കാര്യങ്ങൾ എടുക്കാണ്. എന്നാ അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റ് പാട്ട് നാളെ സെറ്റ് ചെയ്യാം.
നാളെ കിട്ടുമോ? ഇനി അയച്ചു ഫയൽ കൊടുക്കണം നമുക്ക്. നിങ്ങൾ എവിടെയാണ്? കൊല്ലത്താണോ? സ്റ്റുഡിയോ ഒക്കെ കൊച്ചി. വീഡിയോ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എനിക്കും ഞങ്ങള് വീഡിയോ അങ്ങനെ കാണലുണ്ട്. കാണലുണ്ടാ? അടുത്ത ആരും കാണലുണ്ട്. ഇതിൽ തന്നെയല്ലേ മറ്റേ എന്താ ആരെ മറ്റേന്റെ പേര് വേറൊരാളും പാടല്ലേ? മസ്താനി. മസ്താനിന്റെ ഇവിടെ കുട്ടികളെ റീലിന് വേണ്ടിട്ട് കുറച്ചിങ്ങോട്ട് വന്നിട്ടേ പൂച്ചനായിട്ട് വരികയാണ് റീലില്. മാമാമു ഇവർക്ക് ഇനി ആൾക്കാരെ കാണുമ്പോ ഉറങ്ങാണിത് മാമാമു നിനി പറഞ്ഞപ്പോ വന്നു ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ടോ. ഒരു തപ്നയിലില്ല ഫോട്ടോ എടുക്കാൻ നിക്കാണ് കേട്ടോ. പൂച്ചനായിട്ടൊക്കെ എന്തൊരു വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ളതാണ്. എന്താണോ ആറ്റിറ്റ്യൂഡ് നോക്കുക. ഡ്രസ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. മുന്നേന്റെ സെലക്ഷൻ അല്ലേ? ഇതെന്താ അവസ്ഥ? അത് രസമുണ്ട്. അതൊക്കെ ആ വെള്ളയാണെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടാവും. ആ വെള്ള ഇതുണ്ട് ആദ്യമാകുമ്പോ പിന്നല്ലാണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ പരിചയമായില്ലേ രണ്ടാമത്തെ ഇന്റർവ്യൂയോ? എന്തോ ഒരു പറയാ എന്താ നമ്മൾ ചോദിക്കാം നമുക്കൊന്നും അറിയില്ല. ആദ്യത്തില് പേടിച്ചിരിക്കേനി. ഇത് ശരിയായി. ഇനി മൂന്നാമത്തെ ഇന്റർവ്യൂവിനേക്കാളും ശരിയാവും അല്ലേ? പൊട്ടിയതാലേ അവന്റെ മേത്ത് തട്ടിയേ, കഴുത്ത് തട്ടിയേ. ആ ഇതില് നമ്മള് മുഖം നോക്കാം. ഞാൻ എന്താ എടുക്കണടി? ഷോട്ട് എടുക്ക. അല്ല, കമ്മലൊക്കെ കൂടിയ പിന്നെ അടുത്ത സീനിൽ ഭയങ്കര പ്രയാസാണ് ഇതൊക്കെ. എവിടെ പിടിച്ചോ എവിടെയുണ്ട്? കിട്ടിയോ? ചാടിയ കല്ലൊക്കെ പോവും. ആ പോവും. ഇറങ്ങാൻ ബുദ്ധിമുട്ടാ? ഇറങ്ങിപ്പോ കേറാനാവും ബുദ്ധിമുട്ട്. ആ എവിടെ മോനെ? വേദന ഉണ്ടാട്ടോ. അത് 2 ദിവസമായ മൂലൊക്കെ കുറച്ചുണ്ടാവും പിന്നെ അങ്ങോട്ട് ശരിയാവും. ഇവരെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്മായിക്ക് സുഖമില്ലാത്തോണ്ട് പിടിച്ചു കൊണ്ടുപോകും. ഇവിടെ പോവാ ഞങ്ങൾ. പോലെ തപ്നൽ പ്രിപ്പറേഷൻ ആണ് ഗായ്സ്. അമ്മായിനെ അവിടെ ആക്കി കൊടുത്തേക്കണം. ഇനി കുന്നേറാൻ കൊണ്ടുണ്ട്. അമ്മയ്ക്ക് നടക്കാൻ കഴിയൂല. മാക്സിമം ഒരു 2 ദിവസം കൊണ്ട് പറഞ്ഞത് 2 ദിവസം കൊണ്ട് വെയിറ്റ് നമ്മളെ ഫോണിഞ്ഞ് കാണട്ടെ. ഇഞ്ഞു ഇറങ്ങേണ്ടി വരും. കുറച്ചേരം ഇവിടെ ഇരുന്നോളൂ. ഈ കാവ്യൊക്കെ സാധാരണ നല്ല തണുപ്പാണ്ടാവും. ഇതൊക്കെ ചൂടല്ലേ? അത് മാങ്ങാമൂച്ചിന്റെ കഥ. എന്താ വെയില്? മാങ്ങാമൂച്ചിയാ? മാങ്ങാമൂച്ചൊക്കെ പോയി. മാങ്ങാമൂച്ചി ഞങ്ങളവിടെ കോക്കാച്ചി എന്നൊക്കെ പറയൂ. മാവ് മാങ്ങാമൂച്ചി. മാവിന്റെ പറയുന്ന പേര് കേട്ടോ നിങ്ങള്? മാങ്ങാമൂച്ചി മാവ്. മാവിനാണ് മാങ്ങ. പക്ഷെ നിങ്ങൾ നമ്മളെ വർത്താനൊക്കെ ഏകദേശം ഒരേമാതിരി. സാധാ ഭാഷ പോലെ തോന്നുന്നുണ്ട്. ഞങ്ങളെ ഭാഷ പോലെ തോന്നുന്നുണ്ട്. ഇതില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങള് ആടാ ഇപ്പൊ എന്തോ ആണ്. എനിക്കെന്നെ അറിയില്ല എന്താണ് ഇല്ലെന്ന്. ശരിയാക്കണം. എന്താ കോഴിക്കോടിലാകോ? എനിക്ക് കോഴിക്കോട് അന്യ ഇഷ്ടം. സംസാരിക്കാനും ഇനി വരുന്നില്ല. മലപ്പുറം ഭാഷയായില്ലേ ഇപ്പൊ? മലപ്പുറല്ലേ? ഞാൻ പ്രോപ്പർ കോഴിക്കോടാ. അല്ലേ ഭാഷ ഭാഷ അല്ലേ? വ്ളോഗിന് അധികം വ്ളോഗ് മലപ്പുറത്തേക്കാരം. പക്ഷെ അധികം വ്ളോഗേഴ്സ് ഉള്ളതൊക്കെ മലപ്പുറം തോന്നുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ട് മലപ്പുറത്ത്. ഇത് മലപ്പുറല്ലേ? നിങ്ങല്ലേ? നേരിട്ട് കാണാൻ പറ്റിയല്ലോ. ഫസ്റ്റ് ആടെ എന്താ പേര്? നൈനിഷ. നല്ല പേര്. താങ്ക് യു. ഗൈസ് നമ്മളെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. കാരണം വീഡിയോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഇവര് വന്നതാണ്. ഓല് സംഭവം ലേറ്റ് ആയത് ഓൽക്ക് വർക്ക് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഓല് വരുന്നത്. അപ്പൊ നമ്മളെ ഇന്റർവ്യൂവിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ബേക്കിലുണ്ട്. ഓലെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഓലിഞ്ഞ് പാക്ക് ചെയ്തോണ്ട് പോകുകയാണല്ലോ. അപ്പൊ എന്താ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ കാഴ്ചപ്പാട് പറയാ? ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാരും വീഡിയോ ഒക്കെ മാക്സിമം കാണാൻ നോക്കി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറയുങ്ങളെ. കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം. എന്റെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. ഇത്രയും നേരം അമ്മമാർക്ക് എങ്ങനെയൊന്നും കഴിഞ്ഞാൽ മതി എന്നാണ് വെക്കുന്ന പോലെ വീടിന് തന്നെ അല്ല കേട്ടോ. എല്ലാരും ഡ്രസ്സിലെ പോലെ. ഓക്കെ
ഇനി അടുത്ത എന്തേലും ഇന്റർവ്യൂവിന് വേഗം വരുവോണ്ടിട്ടോ. ഇവന്റെ കല്യാണം കഴിയിട്ടോ എന്റെ കല്യാണം അപ്പൊ ഓല് പോവാട്ടോ. ഇപ്പണ്ട് ഇല്ല guys. നോക്കി പോയി ബൈ Okay. മുന്നേ പോയിക്കോളി കോഴി. വല്ലതും കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് ഇട്ടു എന്നാ ഇതിനെയും പാടെ കൊണ്ടുപോയിക്കോളി. ഗൈസ്. അപ്പൊ ഓല് പോയി. അപ്പൊ നമ്മളെ അങ്ങനെ ഓല് പോയി guys. ഇനി കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളും പോകുന്നതാണ്. Guys, ഇതിന്റെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തിട്ടോ. മുന്നേ പറഞ്ഞ അടിപൊളിയാണ്. അടിപൊളിയാണ്. നല്ല രസമുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളിയാണ്. ഡ്രസ് സെലക്ഷൻ ചെയ്ത് പോകാനാണ്. അല്ല എനിക്ക് താരം സെലക്ഷൻ ചെയ്തത് ഓണക്ക് എനിക്ക് ഓൺ തന്നെയാണ് സെലക്ട് ചെയ്ത്. അതിന്റെ സെലക്ഷൻ വളരെ മോശമാണ്. രസല്ലത് ഇതാരോ മാതിരി ലീവില്ലേ ഫുട്ബോൾ അല്ല ക്രിക്കറ്റോ ഫുട്ബോളോ വോളിബോൾ വോളിബോൾ കളിക്കണേ അതാ അങ്ങനെ ആയപ്പോ അങ്ങനെ രംഗനായോ രസമുണ്ട് രസമുണ്ട് കേട്ടല്ലേ. അപ്പൊ നമുക്ക് ഗൈസ് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ. അമ്മായിയാ